എൻ്റെ മെലസ്റ്റോമ ചെടി നോക്ക്. ഈ ഒരൊറ്റ ചെടിയിൽ നിന്ന് നമുക്ക് 100 കണക്കിന് മെലസ്റ്റോമ ചെടി ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതെങ്ങനെയാന്ന് നോക്ക്. അടിപൊളി ഇല കാണാതെ പൂത്തിട്ടുണ്ട്. മുറ്റം നിറയെ നമുക്ക് മെലസ്റ്റോമ ചെടി പിടിപ്പിച്ചാലോ. മെലസ്റ്റോമ പുതിയ തൈ പിടിപ്പിക്കുമ്പോൾ തളിര് നോക്കിയെടുക്കാവും. തളിര് നോക്കി വേറൊന്നും കൂടി എടുക്കാം. ഏറ്റവും നല്ലത് തളിരാ. ഞാൻ നടുന്ന് കാണിച്ചു തരാം. എൻ്റെ കറ്റാർ വാഴ, അതിൽ നിന്ന് ഞാൻ ചെറിയൊരു വക്ക് അറ്റൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതാ ആ തളിരിൻ്റെ ഇവിടെ കട്ട് ചെയ്യും. അതിനുശേഷം കറ്റാർ വാഴൻ്റെ കൂടുതലൊന്നും വേണ്ട, ചെറിയ കുറഞ്ഞ നീര് മതി. അതിവിടെ ഇങ്ങനെ അങ്ങോട്ട് കണ്ടില്ലേ. ഇന്ന് വേറൊന്നും കൂടി ഉണ്ട്, അതുകൊണ്ട് ഇത് ഫുള്ള് എടുക്കുന്നില്ല. ഇത് ഞാനിനി ചെടിയിൽ വെക്കുക. ചെടിയിലല്ല, ചട്ടിയിൽ. വേറൊന്ന് വെട്ടിയിട്ട് കറ്റാർ വാഴൻ്റെ ചെറിയ ഇങ്ങനെയാണ് ഞാൻ മെലസ്റ്റോമ പിടിപ്പിക്കുന്നത്. ആ 2 തളിരും ഞാനിതാ ഈ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി 1 മാസം ആകുമ്പോഴേക്കും ഇതിന് പുതിയ വീണ്ടും തളിരൊക്കെ വരും, പൂവിടാൻ തുടങ്ങും. അപ്പം അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറ്റാർ വാഴ വേണം, എന്നാലും പിന്നെ അത് നശിച്ചു പോയില്ല. അതെന്തായാലും അത് പിടിക്കും, അത് ഉറപ്പാണ്. ഏത് ചെടിയും കറ്റാർ വാഴ ഉണ്ടെങ്കിൽ വേര് പിടിക്കും. ഈ 2 ചെടി നട്ടിട്ട് ഇപ്പോൾ 1.5 മാസമായിട്ടേ ഉള്ളൂ. ഇതാ മുട്ടൊക്കെ വരാൻ തുടങ്ങി, തളിരൊക്കെ കുറേ വരാൻ തുടങ്ങി. ചെറിയൊരു കമ്പായിരുന്നു നട്ടിരുന്നത്, ചെറിയൊരു കമ്പ്. അതിങ്ങനെ കുറച്ച് വലിപ്പം വെച്ച് കണ്ടോ, അതിൽ പൂക്കൾ ഉണ്ടായത്. അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് ലൈക്ക് തരുമോ?